സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എ റഹീം, ഇവിടെ ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയ ചില മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുടെ. അതൊരു രാഷ്ട്രീയ സ്വഭാവമുള്ള കണക്കുകളാണോ? അവിടെ ഒരു പ്രത്യേക സമുദായം, ആ സമുദായത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല BJPക്ക് എന്ന ആശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തുന്ന കണക്കുകൾ, അങ്ങനെയാണോ BJPയെ നേരിടുന്നത്? അങ്ങനെയാണോ നേരിടേണ്ടത്? ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമപ്രവർത്തകർ നടത്തുന്ന നിരീക്ഷണമുണ്ട്. മുൻപ് ഈ കേരളവർമ്മ രാജ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 1,00,000-നടുത്ത് 93,000-ഓളം വോട്ട് കിട്ടി. അന്നൊന്നും ഈസ്റ്റിൽ 2ാം സ്ഥാനത്ത് അദ്ദേഹം എത്തുകയുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുന്നത്. ആ ധ്രുവീകരണത്തിൻ്റെ പശ്ചാത്തലം കണ്ടുകൊണ്ട് EMS പറയുന്നു ന്യൂനപക്ഷ വർഗീയത വളരുന്നതിനനുസരിച്ച് ഭൂരിപക്ഷ വർഗീയതയും വളരുന്നുവെന്ന്. അഖിലേന്ത്യാ ലീഗുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ തുടങ്ങുന്നു EMS. ഇങ്ങനെയൊക്കെയുള്ള ചില പശ്ചാത്തലങ്ങൾ പരിണതപ്രജ്ഞരായ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലയിൽ. അപ്പോൾ അതിൻ്റെ തുടർചലനങ്ങളിലാണ് ഇപ്പോഴും ആശ്വാസം കൊള്ളുന്നത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെങ്കിൽ അത് ജനാധിപത്യത്തിന് ആശാസ്യമാണോ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ആശാസ്യമാണോ? ശ്രീ റഹീം. അല്ല, ഈ പരാമർശിച്ചു പറഞ്ഞ നെയ്യാറ്റിൻകരയും പാറശാലയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ശ്രീ ജോസഫ് സി മാത്യു പരാമർശിക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ല അടയാളപ്പെടുത്തേണ്ടത്. ആ മണ്ണിനൊരു ഭൂതകാലമുണ്ട്. അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും വീരരാഘവൻ്റെയും അയ്യാ വൈകുണ്ഠസ്വാമികളുടെയും എല്ലാം മണ്ണാണ്. സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഐഡിയോളജിയെ നന്നായി തിരസ്കരിക്കുന്ന ഒരു നല്ല ഭൂതകാലം ഈ മണ്ണിലുണ്ട്. ശ്രീനാരായണ ഗുരുവിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം എന്നീ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ മഹാവിപ്ലവകാരിയാണ്. കോവളം മണ്ഡലം അയ്യങ്കാളിയുടെ മണ്ണാണ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ മണ്ഡലമാണ്, മണ്ണാണത്. അത് ആ മണ്ണിൻ്റെ ചരിത്രം നിങ്ങൾ അതിനെ അങ്ങനെയാണ് വായിക്കേണ്ടത്. ജാതിയുടെയോ മതത്തിൻ്റെയോ കള്ളികൾക്കകത്ത് ഉടക്കി വെച്ച് ആ മനുഷ്യനെ ദയവ് ചെയ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നിങ്ങൾ ഇകഴ്ത്തരുത്. ഇതാണ് ഒരു ഭാഗം പറയാനുള്ളത്. മതേതര സ്വഭാവമുള്ള ഒരു ജനത ഇവിടെയുണ്ട്. ആ ജനത ഇവർക്കെതിരെ വിധി എഴുതും. എന്തുകൊണ്ട്? കുമ്മനം രാജശേഖരനല്ല മത്സരിക്കുന്നത്, സാക്ഷാൽ RSS ആണ് മത്സരിക്കുന്നത്. എന്താണ് RSS എന്ന് ഈ തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട, കേരളീയർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഒരു സെക്കൻഡ് റഹീം, അങ്ങനെയെങ്കിൽ ഈ നഗരകേന്ദ്രിത മണ്ഡലങ്ങൾ എന്തുകൊണ്ട് BJPക്ക് അനുകൂലമായി? 4 നഗരകേന്ദ്രിത മണ്ഡലങ്ങൾ 1ാം സ്ഥാനമാണ് BJPക്ക് നൽകിയത് 2014. ഒരു സെക്കൻഡ്, കോർപ്പറേഷനിൽ ഏറ്റവും CPM എത്ര കൗൺസിലുണ്ട്? ഞാൻ പറയട്ടെ, നിങ്ങൾ മതേതരത്വ സ്ഥലത്ത് ശ്രീ റഹീം. അല്ല, ഈ പറയുന്ന കൗൺസിൽ പറയുന്ന ഏത് ഭാഗം? നെയ്യാറ്റിൻകര നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, പറയട്ടെ. നഗരകേന്ദ്രത്തിൽ അല്ല, ഞാൻ പറയാം ശ്രീ, അല്ല എന്നെ പറയാൻ അനുവദിക്കൂ. നഗരകേന്ദ്രത്തിൽ നിങ്ങൾ പറ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡായി ഞാൻ എടുത്തു പറയാം. ഓരോ വാർഡ്, ആ ഓരോ വാർഡിലും കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയപ്പോഴാണ് BJP 1ാം സ്ഥാനത്ത് വന്നത്. അല്ലാതെ ഒരു വാർഡും കോർപ്പറേഷൻ കൗൺസിലിൽ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ആ തർക്കത്തിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ നോക്കിക്കോ, ആർക്ക് വേണമെങ്കിലും കണക്ക് വെറുതെ മൊബൈലിലെടുത്ത് പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കിട്ടും, നോക്കിയാൽ അറിയാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നേമത്ത് എങ്ങനെ O രാജഗോപാൽ വിജയിച്ചു? കോൺഗ്രസിന്റെ വോട്ടാണ്. UDF എടുക്കേണ്ട വോട്ട് നിയമസഭയിലെത്തിയത്. വട്ടിയൂർക്കാവിൽ മൂന്നാമതായത് എങ്ങനെ? അല്ല, ഒരു മിനിറ്റ് പറയാം. വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3ാമതാകുമ്പോഴും ഞങ്ങൾക്ക് 10,000 വോട്ടിന്റെ വർധന ഉണ്ടായതാണ്. അതിപ്പോ റഹീം 2004 ലോക്സഭ കഴിഞ്ഞ്, ഒരു സെക്കൻഡ്, 2014 ലോക്സഭ കഴിഞ്ഞ് 2019 എത്തുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഏതാണ്ട് 1,00,000-ഓളം പുതുമുഖ വോട്ടർമാർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സ്വാഭാവികമായും വോട്ട് ശതമാനത്തിൽ ആ വ്യത്യാസം വന്നേക്കാം, വോട്ട് ഷെയറിൽ. ഒറ്റ കാര്യം കേൾക്കൂ, ദേവി, ഇത് ഇടയ്ക്കിടപെടരുതേ. എങ്കിൽ ആ വർധനവിന്റെ ഒരു ആനുകൂല്യവും ശ്രീ കുമ്മനം എന്ന അവരുടെ ഏറ്റവും വിസ്തൃതനായ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ലല്ലോ. അവർക്ക് 200 വോട്ടാണല്ലോ കൂടിയത്, ഞങ്ങൾക്ക് കൂടിയത് എത്രയാന്ന് പറഞ്ഞല്ലോ. 10,000 വോട്ടിന്റെ വർധന ഉണ്ടായല്ലോ. 2, നിങ്ങൾ നോക്കൂ, ഇവിടെ വരുന്നൊരു പ്രശ്നം, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ വലിയ ശക്തിയായി ശ്രീ പത്മകുമാറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് കാണുന്നുണ്ട്. TV ചർച്ചയിലല്ല സാർ, പോളിംഗ് ബൂത്തിൽ നിങ്ങളത് പ്രകടിപ്പിക്കൂ.
വട്ടിയൂർക്കാവിൽ ഞങ്ങൾക്ക് നിർത്താവുന്ന ഏറ്റവും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തി. ഞങ്ങൾ നല്ല ഫൈറ്റ് നടത്തി. നിങ്ങളോ നിങ്ങൾക്ക് നിർത്താവുന്ന ഏറ്റവും ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ ഒ രാജഗോപാലിനെതിരെ നിർത്തി. എന്നിട്ടോ UDF-ന്റെ ആ സ്ഥാനാർത്ഥി കൊടുക്കേണ്ട മുഴുവൻ വോട്ടും കോൺഗ്രസ്സുകാർ വരിവരിയായി നിന്ന് ഒ രാജഗോപാലിന് ചെയ്തു കൊടുത്തു. അതുകൊണ്ടല്ലേ നിയമമണ്ഡലത്തിൽ ശ്രീ ഒ രാജഗോപാൽ ജയിച്ചത്. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് മടങ്ങി പോവുകയാണ്. ശ്രീ വേണു ഉൾപ്പെടെ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിലയ്ക്കൽ പ്രക്ഷോഭം. ഈ ലോകത്താകെ നടക്കുന്ന മഹാപ്രക്ഷോഭങ്ങളെ ഇകഴ്ത്തരുത് ദയവേത്. നിലയ്ക്കൽ എങ്ങനെയാണ് പ്രക്ഷോഭമാവുക? ലക്ഷണമൊത്ത വർഗീയ കലാപം, ലക്ഷണമൊത്ത വർഗീയ നീക്കം, അതിനെ എങ്ങനെയാണ് പ്രക്ഷോഭം എന്ന മഹത്തായ പദം ഉപയോഗിച്ച് വാഴ്ത്താൻ കഴിയുക? അങ്ങനെ പറയരുത്, മഹത്വവൽക്കരിക്കരുത്. സർക്കാർ പോലും മുന്നോട്ട് വെച്ച സമവായ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് ആ പ്രശ്നത്തെ ഏറ്റവും കറകളഞ്ഞ വർഗീയതയുടെ പഴിയിലൂടെ നയിച്ചയാളാണ് ശ്രീ കുമ്മനം. മാറാട് കലാപത്തിൽ എവിടെയായിരുന്നു ശ്രീ കുമ്മനം രാജശേഖരന്റെ റോള്? വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ എത്ര CPM-കാരുണ്ട് മാറാട് കലാപത്തിൽ? കുമാരൻ നമ്മുടെ പിണറായി കുമാരൻ എങ്ങനെ പള്ളി കേസിൽ പ്രതിയായി? തലശ്ശേരി മുസ്ലിം പള്ളി ബോംബ് വെച്ച അവിടെ ഒരാളെ കൊന്ന, ഒരു മൗലവിയെ കൊന്ന കേസിൽ പിണറായി കുമാരൻ എങ്ങനെ പ്രതിയായി? റഹീമേ ഒന്ന് പറയൂ. ഒരു സെക്കൻഡ് മുസ്ലിം വീടുകൾ ആക്രമിച്ചത് ആര്? മുസ്ലിംകൾക്കെതിരായി നടത്തിയിട്ടുള്ളത് CPM ആണ്. ഒരു സെക്കൻഡ് ഏറ്റവും കൂടുതൽ റഹീം ഇപ്പൊ ഈ പ്രക്ഷോഭത്തിന്റെ കാര്യം പറഞ്ഞു. നിലയ്ക്കലുമായി ബന്ധപ്പെട്ട സംഭവം, പ്രക്ഷോഭം എന്നുള്ള വാക്ക് പിൻവലിച്ചുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ചാൽ, നിലയ്ക്കലുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടമൊന്നും ആയിരുന്നില്ല. അവിടെ ഒരു കർമ്മസമിതി ഉണ്ടാക്കി. ആ കർമ്മസമിതിയിൽ ആരൊക്കെയായിരുന്നു പങ്കാളികളായിരുന്നത്? ദേവസ്വം പ്രസിഡന്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പ് അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. J ശിശുപാലൻ, NSS ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, അയ്യപ്പ സേവാസംഘം പ്രസിഡന്റ് ദാമോദരൻ പോറ്റി, SNDP യൂണിയൻ സെക്രട്ടറി സാംബശിവൻ, വെള്ളാള മഹാസഭാ പ്രസിഡന്റ് PR രാജഗോപാൽ, അങ്ങനെ ഏതാണ്ട് 27ഓളം ഹിന്ദു സംഘടനാ പ്രതിനിധികൾ ചേർന്നാണ് അത് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ നിങ്ങൾ ഏതാണ്ട് 200ഓളം ഇതുപോലെയുള്ള ജാതി സംഘടനകളെ ചേർത്തുകൊണ്ട് നവോത്ഥാന പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടില്ലേ? നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് നവോത്ഥാനത്തിന്റെ പൈതൃകമുള്ളത്, അല്ലാത്തവർ ചെയ്യുമ്പോൾ അല്ലാത്തത് എന്നൊക്കെ നിങ്ങൾ വാദിച്ചോളൂ. ഞാനതൊരു പക്ഷം പിടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ആ വസ്തുത പറയുകയാണ്. അന്നത്തെ ആ സമരത്തിൽ ഈ പറയുന്ന വർഗീയവാദിയായ കുമ്മനം മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന സംഘടനയിലെ പ്രതിനിധികളും അന്നുണ്ടായിരുന്നു. അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. റഹീം, അങ്ങേക്ക് തുടരാം. ഇനി ദയവേത് ഇടപെടരുത്. ഒന്ന്, മാറാടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിന് മറുചോദ്യമാണുള്ളത്. മാറാട് കലാപവുമായി ബന്ധപ്പെടുത്തിയ ആരോപണം ഇതിങ്ങനെ ഇടപെടരുത്. അത് മാറാടൊക്കെ വിടൂ. നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾ വിഷയം വിട്ടു പോകാതെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയൂ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ വേണു, എങ്ങനെയാണ് നിങ്ങൾ ശ്രീ വേണുവിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോഴും എങ്ങനെയാണ് സമരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്? അതായിരുന്നോ ഇവിടെ ആ കാലഘട്ടത്തിൽ? എങ്ങനെയാണ് ഇദ്ദേഹം അതിന്റെ നേതാവായത്? കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്ന കുമ്മനം അദ്ദേഹം ആ പണി ഉപേക്ഷിച്ച് RSS പ്രചാരകനായി RSS ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്തിനാ? ഈ പറയുന്ന നിലയ്ക്കലിൽ വർഗീയ വിദ്വേഷം പടർത്താൻ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അന്ന് മുതലാണ് ഏൽപ്പിക്കുന്ന പണി RSSന്റെ ഇച്ഛയനുസരിച്ച് നല്ല ലക്ഷണമൊത്ത വർഗീയ കലാപം ഉണ്ടാക്കാൻ പ്രാപ്തനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഗുഡ് ബുക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളാണ്. കുമ്മനം രാജശേഖരൻ ഒരു വർഗീയ കേസിൽ പ്രതിയായിട്ടില്ല. അതൊന്നും വീട്ടിലെ നിലക്കണ്ണാടിയുടെ മുമ്പിൽ. ശരി, ഞാൻ ഇടപെടാൻ എനിക്ക് വേഗം ഒരു നിമിഷം എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ശ്രീ JR നിർദ്ദേശം ആക്കി. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഊഴം കിട്ടാത്ത ശ്രീ ജോസഫ് സി മാത്യുവിൻ്റെ ഒരു അവസരം നൽകണമെന്നാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഈ ബൂത്ത് തലത്തിൽ തന്നെ ശക്തമായി പ്രവർത്തിക്കാനാണ് RSS തീരുമാനിച്ചിരിക്കുന്നത്. RSSന്റെ കാൻഡിഡേറ്റുമാണ് കുമ്മനം. അതുകൊണ്ട്
സംഘത്തിൻ്റെ ആ ഒരു ശക്തിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, സംഘത്തിൻ്റെ പൂർണ്ണമായ പിൻബലം ശ്രീ കുമ്മനം രാജശേഖരൻ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പക്ഷേ BJPയുടെ പിന്തുണ ഉണ്ടാവില്ല. അല്ല, ഇതിലിപ്പോൾ സംഘത്തിനെതിരെ സംസാരിച്ചാൽ കേരളത്തിൽ സംഘമാണ് ശക്തം. സംഘത്തിനെതിരെ ഏതെങ്കിലും BJP സംസാരിച്ചാൽ പരസ്യമായി സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ പ്രബലമായ മുരളീധര പക്ഷം കൂടെ നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം എന്തിനാ നാട് കടത്തപ്പെട്ടതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പല കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ ജനം പോലും ചർച്ച ചെയ്യുന്ന. ഈ കഴിഞ്ഞ ഒരാഴ്ച മിസോറാം ഗവർണറുടെ വീട് ഔദ്യോഗിക മന്ത്രാലയത്തിൽ നടന്ന ഡിസ്കഷനുകൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയെ അണ്ടർമൈൻ ചെയ്യുന്ന പോലെയാണ് അത്. ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ട ഒരു അവസ്ഥയുണ്ട്, ഒരു അൺസെറമോണിയസ് എക്സിറ്റ് ആയിരുന്നു. ആ ഫാക്ടേഴ്സ് മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. അത് മുൻപ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതല്ല. ഞാൻ പറയുന്നത് തിരിച്ചല്ലേ ശ്രീ ജോസഫ് സി മാത്യു, അദ്ദേഹം മിസോറാമിൽ പോയതിനു ശേഷമാണ് ഈ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തരം വലിയ ആ വിഭാഗം അദ്ദേഹം പോയപ്പോഴും വിടരുതെന്നും കരഞ്ഞുകൊണ്ടിരുന്നു. അതൊരു വിഭാഗം മാത്രമാണ്. ശരി, ഞാനൊരു കാര്യം, ശ്രീ ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ശക്തനായിട്ടുണ്ട് എന്നാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ LDF സ്ഥാനാർത്ഥിയേക്കാൾ തീർച്ചയായും ശക്തനാണ് ശ്രീ സി ദിവാകരൻ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ BJP സ്ഥാനാർത്ഥിയുടെ അത്രയും ശക്തനല്ല ഇദ്ദേഹം. തിരുവനന്തപുരത്തിന്റെ കോണ്ടെക്സ്റ്റിൽ. റഹീം, ഞാൻ ഈ സംഘം ശക്തിയാണെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന നിലയിലേക്ക് അങ്ങ് എടുക്കരുത്. ഈ നിലയ്ക്കൽ സമരത്തെ പറ്റി അങ്ങ് പറയുമ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അങ്ങ് പിടിക്കുന്നത്. BJPയേക്കാൾ അത്രയേ ഉള്ളൂ സാർ. അവസാനമായി ശ്രീ രാജ്മോഹൻ, ഇവിടെ വസ്തുനിഷ്ഠമായി ജോസഫ് സി മാത്യുവിനെ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് റഹീം പറഞ്ഞത്. നോർത്തിൽ എന്താ ഉണ്ടായത്, അതുപോലെ നേമത്ത് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി പാർലമെന്റിൽ സീറ്റ് കൊടുക്കാൻ 2 വടയും ഒരു ചായയും കൊടുത്ത് തലയ്ക്ക് ഒരു അടിയും കൊടുത്ത് എല്ലാത്തിനെയും പറഞ്ഞു വിട്ടിട്ട് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീതം വെച്ചെടുത്തു. ഞങ്ങൾ ഈ നേമത്ത് പിന്നെ ജനതാദളിന് കൊടുത്ത സീറ്റാണ്. അതിൽ ആരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, അവരാ തീരുമാനിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിയാക്കി വരുന്നതാണ് സമയം കഴിഞ്ഞു. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.